നമ്മുടെ റീറ്റെയിൽ ഡാഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് ആദ്യമായിട്ട് ഇട്ടപ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര ഷെയിമായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ പേര് പറയാൻ തന്നെ. പക്ഷേ കസ്റ്റമേഴ്സ് തന്നെ നമ്മളോട് ചോദിച്ചു തുടങ്ങി റീറ്റെയിൽ ഡാഡിതാ റീറ്റെയിലിൻ്റെതാ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ആയി. നമ്മൾ ഏകദേശം നല്ല രീതിയിൽ കസ്റ്റമറെ ഗ്രാബ് ചെയ്തു. എനിക്ക് തോന്നുന്ന ഒരു 10,000-7,000 കസ്റ്റമേഴ്സെങ്കിലും വന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നു മിനിമം റീറ്റെയിൽ ഡാഡിയിൽ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്താലും വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെ കാണാൻ സാധിക്കും, വളരെ എഫിഷ്യൻ്റായിട്ട്. പിന്നെ നമുക്ക് ഈ മാസം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കേക്ക് മുറിച്ചായിരുന്നു. നമ്മുടെ പ്ലേ ബട്ടൺ, നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഇവിടെ എത്തി. നല്ല വലിയൊരു അച്ചീവ്മെൻ്റാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാളുടെ പ്രയത്നം ഒന്നുമല്ല, നമ്മളെല്ലാവരും കൂടി പ്രയത്നിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ. അല്ലാണ്ട് നമ്മൾ ഒരാളുടെ ഒന്നും ഒരു പ്രയത്നമല്ല. വൺ ടീം, ബിഗ് ടീം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു ഫൗണ്ടേഷനായി ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, നമുക്ക് ഈയിടെയായിട്ട് ഭയങ്കര അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ R&D ടീമിനെയൊക്കെ നിയമിച്ച കാരണം കുറേ റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ ഇങ്ങനെ അതോടുകൂടി വന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ റീറ്റെയിൽ ഡാഡി ബില്ലിംഗ് സോഫ്റ്റ്വെയർ, പണ്ട് നമ്മുടെ സെയിൽ ബൂസ്റ്ററിനുണ്ടായിരുന്ന ആ ടെക്നോളജി ഇപ്പോൾ രണ്ടാമത് തിരിച്ചു കൊണ്ടുവരുവാണ്. ഇ-കൊമേഴ്സ് ബില്ലിംഗ് സോഫ്റ്റ്വെയറായിട്ട് ഇ-കൊമേഴ്സ് കണക്ട് ചെയ്യുന്ന ടെക്നോളജി. പിന്നെ വാട്സാപ്പിൻ്റെ ഒക്കെ ടെക്നോളജി ഭയങ്കരമായിട്ട് നമ്മൾ വിപുലീകരിച്ചു. അത് തന്നെ വളരെ സ്ട്രോങ് ആയി മാറ്റി നമ്മളെ സോഫ്റ്റ്വെയർ. പിന്നെ അതുകൂടാണ്ട് SMS-ൻ്റെ ടെക്നോളജി, അങ്ങനെ കുറേ ടെക്നോളജി നമ്മൾ കൊണ്ടുവന്നു പുതുതായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ ലോഞ്ച് ചെയ്തു. കുറേ നാളായിട്ട് നമ്മുടെ ആഗ്രഹമായിരുന്നു മൊബൈലിൽ ബില്ല് ചെയ്യണ ഒരു സോഫ്റ്റ്വെയർ, അത് നമ്മൾ ലോഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ ജിമ്മ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തു. ജിമ്മ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ ഹോട്ടൽ റൂം ബുക്കിംഗ് വെബാണ്, അതിൻ്റെ മൊബൈൽ പാനലും കൂടി റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ലൗണ്ടറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, അറ്റൻഡൻസ്, ബ്യൂട്ടിഫുൾ സോഫ്റ്റ്വെയറാണ് അറ്റൻഡൻസ് മാനേജ്മെൻറ്റ്. അത് നമ്മൾ പഞ്ചിങ് മെഷീൻ വേണ്ട അറ്റൻഡൻസിന്. ഒരു ഏരിയ ബൗണ്ടറി ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ എന്താ പറയണേ, കയറി കഴിഞ്ഞാൽ മാത്രമേ ചെക്ക് ഇൻ ചെയ്യാൻ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആൻഡ്രോയിഡിലും iOS-ലും ഡെവലപ്പ് ചെയ്തെടുത്തു. അതെല്ലാം നമ്മുടെ R&D ടീം വളരെ സ്ട്രോങ് ആയിട്ട് അതിനകത്ത് വേണ്ടി വർക്ക് ചെയ്തു, വളരെ ഗ്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ട് ഇതിൻ്റെ പുറകെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനിയും നമുക്ക് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ, എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പ്രൊജക്റ്റ് വിത്തിൻ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും. ഞാൻ ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു 10 പ്രൊജക്ട്സ് എങ്കിലും ഡെവലപ്പ് ചെയ്യണമെന്നുള്ളൊരു കണക്കൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ 10 പ്രൊജക്റ്റ് ഓരോ മാസവും. ഇ-കൊമേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ അറ്റൻഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോട്ടൽ റൂം ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ കാർ റെൻ്റൽ, അത് നമുക്കൊരു വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അതിൽ കൂടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റെയിൻടെക്ക് 2026, 2027 ആയി കഴിയുന്നിടത്ത് അറ്റ്ലീസ്റ്റ് ഒരു 100 പ്ലാറ്റ്ഫോമെങ്കിലും നമുക്ക് വേണം. 100 പ്ലാറ്റ്ഫോം, 100 പ്രൊജക്ട്സ്. അതായത് ഏത് ബിസിനസ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഫോറിൻ ആയിക്കോട്ടെ, ഏത് ബിസിനസ് ഇൻഡസ്ട്രിയിൽ സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞാലും റെയിൻടെക്കിൻ്റെ കയ്യിലുണ്ടാകണം. അതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തത് റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെറിയ ആഡ് ഓൺ ആയിട്ട് കൊടുത്തു നമ്മുടെ റെസ്റ്റോറൻറ്റ് സോഫ്റ്റ്വെയർ. പക്ഷെ അതും ഈയിടെയാണ് കുറച്ച് സെയിൽ ഡൗൺ ആയിരിക്കണം. പക്ഷേ അതിന് നല്ല രീതിയിൽ നമ്മൾ സെയിൽ ചെയ്തത്, നല്ല രീതിയിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഗ്ഗി സൊമാറ്റോ ഇൻറ്റഗ്രേഷൻ വേണം, അത് കുറച്ച് നമുക്ക് കോംപ്ലിക്കേറ്റഡ്, നമുക്ക് ഹെഡേക്ക്, അതുകൊണ്ടാണ് ഞാനത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാത്തത്. പക്ഷേ നമ്മുടെ റെസ്റ്റോറൻറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ മൊബൈലിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ ചെറിയ കസ്റ്റമേഴ്സിനൊക്കെ അത് ഉപകാരപ്പെടും. ഇനി നമ്മൾ കൂടുതലും ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് ആൻഡ്രോയിഡ് iOS ബേസ്ഡ് ആയിരിക്കും. iOS ബേസിൽ നമ്മൾ സ്കൂൾ ബസ് ട്രാക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ബ്യൂട്ടിഫുൾ ആപ്ലിക്കേഷൻ. സ്കൂളിൽ പിള്ളേർ ബസ് എവിടെ എത്തിയെന്ന് മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റും. അവിടെ പോയി ഒന്ന് ടൈപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നമ്മളത് സെയിൽ ചെയ്ത് ബെസ്റ്റ് സർവീസ്. അത് നമ്മുടെ സർവീസിൻ്റെ ടീം വളരെയധികം കേപ്പബിളാണിപ്പോൾ. ആഫ്റ്റർ സെയിൽസിൻ്റെ ആൾക്കാരും വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഉണ്ടല്ലോ, ഈ ആഫ്റ്റർ സെയിൽസിൻ്റെ ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യില്ല, കംപ്ലയിൻറ്റ്സ് കൂടും. നമുക്കിപ്പോൾ കംപ്ലയിൻറ്റുകളില്ല, ഉണ്ട് മേ ബി 1 or 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ QA/QC ടീം വളരെ ഫോഴ്സ്ഫുള്ളി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, സെയിൽസുകാർ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ മാസവും 200+ സെയിൽസിൽ പോകുന്നുണ്ട്. എല്ലാ മാസവും നമ്മളിപ്പോൾ 200. നമുക്കിപ്പോൾ മുമ്പേ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് 130, 120, ചിലപ്പോൾ 86 ഒക്കെ പോയിട്ടുള്ളായിരുന്നു
നമുക്ക് ഈ വർഷത്തേക്ക് ഇപ്പോൾ 2-3 മാസമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് 200+ സെയിൽസിൽ നമ്മൾ കയറുന്നുണ്ട്. അപ്പോൾ അതും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സെയിൽസിൻ്റെ ടീമും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടു ബി ഹോണസ്റ്റ്ലി പറയാൻ പാടില്ലാത്തെങ്കിലും പറയാം, ഈ ദീപാവലി കഴിഞ്ഞ സമയം എന്ന് പറയുന്നത് ഓഫ് സീസണാണ്. ആ ഓഫ് സീസണിൽ നമ്മളാണ് ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഇന്ത്യയിൽ നമ്മളെക്കാളും പൂർവികരായിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പനിക്കുണ്ട്. എക്സാമ്പിൾ മാർഗ്, BC, വ്യാപാർ, ഇങ്ങനെ കുറേ സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട്. വ്യാപാർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനി നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയാം, 260 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയൊരു സ്ഥാപനം അത്. നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ആരും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. 260 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥാപനം ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് ദർ ഇസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഈസ് ഗോയിങ് ഓൺ. പക്ഷേ നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് വി സ്റ്റാർട്ടഡ്. നമ്മൾ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും ചെയ്തുകൊണ്ടിരിക്കുന്നു. കസ്റ്റമറെ റിലേറ്റ് ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു കസ്റ്റമർക്ക് പോലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇപ്പോൾ ശ്രീദേവിയൊക്കെ ആണെങ്കിൽ തന്നെ അതിനെ കറക്റ്റായിട്ട് അതിനെ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ളൂ. കസ്റ്റമർ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രോബ്ലംസിനെ നമുക്ക് കേൾക്കാൻ ആളുണ്ട്, അത് വർക്ക് ചെയ്യാൻ, അതിനെ എന്താ പറയണേ, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ വിജയം. മനസ്സിലായില്ലേ? അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലില്ല എന്നുള്ളതിനുണ്ടല്ലോ, ഇതെല്ലാം കടലിക്കലൊക്കെ കായം പോലെയാണ്. നമ്മൾ മാർക്കറ്റിംഗ് കുറേ സോഫ്റ്റ്വെയർ ഉണ്ടാക്കും, ഇതെല്ലാം ആൾക്കാർ നെഗറ്റീവ് ഇതിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഒരു നട്ടല് എന്ന് പറയുന്നത് ശ്രീദേവി എന്ന് പറഞ്ഞൊരു ആളാണ് ഇവിടുത്തെ. മനസ്സിലായില്ലേ? അത് ഞാൻ എപ്പോഴും ശ്രീദേവിയോട് കടപ്പെട്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനം നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തത്. നോ പീപ്പിൾ വാസ് വിത്ത് അസ്. താഴത്തെ ഒരു ചെറിയൊരു 100 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ ശ്രീദേവി വന്ന് ഇവിടെ ഇരുന്നത്, ഇവിടെ ഉണ്ടോ, ഒരു മാസ്കും വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാണെന്നറിയോ, ഞങ്ങൾ അതിനകത്ത് തന്നെ ആമസോണിൻ്റെ പൊടി നിറച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊടി നിറച്ച് കമ്പ്യൂട്ടറിനകത്ത് നിറച്ച് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ വർക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറി, പിന്നെ ഇങ്ങോട്ട് മാറി. വി ആർ ഗോയിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ സമയത്തുമൊക്കെ നമുക്ക് സർവീസ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നു. വളരെ സ്ട്രോങ് ആയിട്ട് സർവീസ് കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലല്ലോ, ഈ സർവീസ് ഇപ്പോൾ രവിചേട്ടനാണെങ്കിലും സർവീസിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സമ്മതിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ചിലപ്പോൾ വന്ന് വഴക്കുണ്ടാക്കുമായിരിക്കും. അത് നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടോ വ്യക്തിവൈരാഗ്യം കൊണ്ടോ ഒന്നുമല്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിന് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സ്ഥാപനത്തിന് പ്രോബ്ലമാണ്. അതെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, സർവീസ് ഇല്ലാത്ത ഏതെങ്കിലും സ്ഥാപനം ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടോ? അല്ലെ പിന്നെ കുത്തക വ്യാപാരികളായിരിക്കണം, അതായത് കുത്തക ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് KSEB അങ്ങനെയുള്ളവർക്കൊന്നും സർവീസ് ഇല്ലെങ്കിലും അങ്ങനെ അങ്ങ് പൊക്കോളും. കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല. റീറ്റെയിൽ ബില്ലിങ്ങിനെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് പോവാം. ഈ സോഫ്റ്റ്വെയർ വലിയ ടെക്നോളജികൾ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടെക്നോളജികൾ ജനങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കുക എന്നുള്ളത്.